ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ടെൻഷനാകാണ്. ഇപ്പോൾ നമ്മുടെ കാര്യം ഓക്കെ, നമ്മൾക്ക് ഇത്രയൊക്കെ പ്രായമായി, ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങള്, എസ്പെഷ്യലി പെൺകുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു. ഇപ്പൊ നടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നത് ഇന്ത്യയിലാണ് കൂടുതൽ എന്താ പറഞ്ഞാൽ പുറത്തറിയുന്നത് എത്രയോ അതല്ലേ. ഇപ്പൊ വേറൊരു കൺട്രിയിൽ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, അതൊന്നും പുറത്തറിയാണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇപ്പൊ ഫാമിലിക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. അങ്ങനൊക്കെ കുറെ കേസസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് പെണ്ണുങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഇത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരു സത്യമാണ് അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ആഫ്രിക്കയിലുള്ള ഒരു പ്രത്യേക ഒരു ഗോത്ര വിഭാഗത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, അവിടെയും അതാ ഞാൻ ഫസ്റ്റേ പറഞ്ഞല്ലോ, പെൺകുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് പാരന്റ്സിന് ഒരു ഭയങ്കര പേടിയുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർക്ക് ഉത്കണ്ഠ ഒക്കെ വളരെ കൂടുതലുള്ള, എസ്പെഷ്യലി കുട്ടികളുടെ ഈ ടീനേജ് ടൈമിലൊക്കെ ആണെങ്കിൽ വെച്ചാൽ അവർക്ക് അറിയില്ല. കുഞ്ഞു കുട്ടികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞാലും അവരത് റിയാക്ട് ചെയ്യണമെന്നില്ല പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ പേടിച്ചിട്ട് പറയാണ്ടിരിക്കുക. നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരുപാട് കുട്ടികൾ 1000-ൽ ഒരു കുട്ടിയൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ബാക്കി മിക്ക കുട്ടികളും പേടിച്ചിരിക്കുന്ന. ആഫ്രിക്കയില് ഒരു വിഭാഗം, ആഫ്രിക്കയിൽ എസ്പെഷ്യലി നൈജീരിയ അവിടെയൊക്കെ വന്നിട്ട് ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ലേഡീസ്, അവരുടെ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ റേപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് പെൺകുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു ശിക്ഷാ രീതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, അവരെന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ എന്താ പറയുക, കുട്ടികളുടെ ഈ ബോഡി എസ്പെഷ്യലി ടീനേജിലാവുമ്പോഴേക്കും അല്ലെങ്കിൽ ടീൻ ആവുമ്പോൾ തന്നെ കുട്ടികളുടെ ബോഡിയിൽ അവരുടെ അഡൾട്രേഷൻ സ്റ്റാർട്ട് ആവുമല്ലോ. മെല്ലെ മെല്ലെ ബ്രസ്റ്റ് വളരാൻ തുടങ്ങും, അങ്ങനെ ചേഞ്ചസ് വരും. അപ്പം ഈ ബോഡി ചേഞ്ച് ആകുന്ന കാണുമ്പോഴല്ലേ മാക്സിമം ആളുകൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്, ഈ കുട്ടികളുടെ മേലെ അട്രാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് കൊണ്ടാണ് എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ നൈജീരിയക്കാരെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, അവർക്ക് ഈ നോർമലിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണല്ലേ അവരുടെയൊക്കെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അവരുടെ അവിടെ ചാൻസസ് കൂടുതലാണെന്ന് അവര് വിചാരിക്കുന്നുണ്ടാവും. മേ ബി അവരുടെ ആ ഗോത്രത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടാവാമായിരിക്കാം. അതുകൊണ്ടാണ് അവർ അത്ര നീചമായ ഒരു ശിക്ഷ ഒരു രീതി എടുത്തത്. അവരതിനു വേണ്ടി തെരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് കേട്ടോ. അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നല്ല നമ്മുടെ അരകല്ല് അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ അങ്ങനെ കട്ടിയുള്ള ചട്ടുകം, നല്ല കട്ടിയുള്ള അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ കട്ടിയുള്ള തടി, അങ്ങനത്തെ ഇതൊക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ പെൺകുഞ്ഞുങ്ങളുടെ, അതായത് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ, അതായത് 10 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഈ രീതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 വയസ്സ് കഴിയുമ്പോഴേക്കാണല്ലോ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത്. സോ ഈ 10 ഇയേഴ്സ് കഴിഞ്ഞ കുട്ടികളുടെയൊക്കെ മെല്ലെ ഇതൊക്കെ ചൂടാക്കിയിട്ട് അവരുടെ ബ്രസ്റ്റില് നന്നായി അമർത്തി വെക്കും. അപ്പൊ എത്രമാത്രം വേദന കുഞ്ഞുങ്ങൾ സഹിക്കുന്നുണ്ടാവും അല്ലെ. അവരെ എന്തിനു വേണ്ടിയിട്ടാ പറഞ്ഞാൽ, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ പാരന്റ്സ് ചെയ്യുന്നതാണ്, ലേഡീസ് അമ്മമാര് ചെയ്യുന്നതാണ്. ആ ഗോത്രത്തിലുള്ള അമ്മമാരാണ് ഇതുപോലെയുള്ള, അതായത് ലേഡീസ് ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഇതുപോലെയുള്ള പണികൾ ചെയ്യുന്നത്, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പുരുഷന്മാർ അറിയാതെ. ഈ ഒരു രീതിയെ പറയുന്നത് ബ്രസ്റ്റ് ഫ്ലാറ്റനിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് അയണിങ് എന്നാണ്. അയൺ ചെയ്യുന്ന മാതിരി, അതിനെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ നന്നായിട്ട് ഫ്ലാറ്റ് ആയി പോകും. അപ്പൊ അതേമാതിരി ഒരു രീതിയാണ് അവരിവിടെ ചെയ്യുന്നത്. പക്ഷെ വളരെ ക്രൂരമായ രീതിയിലാണ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഈ അരകല്ല് അതുപോലത്തെ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ചൂടാക്കിയിട്ട് ഈ ബ്രസ്റ്റിൽ വെച്ചിട്ട്, അത് ഒരു ദിവസമല്ല കുറെ ദിവസങ്ങൾ കൊണ്ട് എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ആവില്ല, സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഡെഡ് ആയിട്ട് പിന്നെ അതിന് വളരാൻ പറ്റില്ല. വളരാണ്ട് ആൺകുട്ടികളുടെ മാതിരി അങ്ങനെ അത് ഫ്ലാറ്റ് ആയി പോവും.
അത് പക്ഷെ ഒരുപാട് വേദനകൾ ആ കുഞ്ഞുങ്ങൾ സഹിക്കേണ്ടി വരും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് വെക്കണു, പിന്നെ അവിടുത്തെ സെൽസ് ഒക്കെ ചാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് അറിയാമല്ലോ, നമ്മൾക്ക് നോർമലി നമ്മളെ ബോഡി ഇത്തിരി പൊള്ളി കഴിഞ്ഞാലുള്ള പെയിൻ നമുക്കറിയാം. അപ്പോൾ അത് ഇതേപോലെയുള്ള രീതികളിലൊക്കെ അവർ എത്രമാത്രം പെയിൻ വരുന്നുണ്ടാവില്ലേ ആ കുട്ടികൾക്ക്. അപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ പ്രഗ്നന്റ് ആവുന്നു, അങ്ങനെ അബോർഷൻ ചെയ്യേണ്ടി വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ അത് ചെറുതിലെ. അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച വളരെ ഒരു പ്രാകൃതമായ ഒരു രീതിയാണിത് കേട്ടോ. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മുടെ UN ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ വന്നിട്ടുണ്ട്. ഇവർക്ക് അവയർനെസ് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഇതൊക്കെ നിലനിന്ന് വരുന്നുണ്ട്. ഇത് ഇല്ലീഗലാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അവർക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണിത്. നമുക്കറിയാം വേറെ ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ ഇതുപോലെ വളരെ വിചിത്രമായ പ്രാകൃതമായ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആക്ച്വലി പണിഷ്മെന്റ് പിന്നെ 25,000 പിഴ അടയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇവരൊക്കെ ആരും അറിയാണ്ട് ചെയ്യുക തന്നെ ചെയ്യുന്നത്. പിന്നെ മെയിൻ തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഈ കൂട്ടത്തിൽ കുറെ പെണ്ണുങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി, അതാണ് അവരുടെ ജോലി, ആ ജോലിയായിട്ടുള്ള കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ ആ സ്ത്രീകൾ എന്താ ചെയ്യുക, ഈ ജോലി കൊണ്ടായിരിക്കും അവർക്ക് കാശ് കിട്ടുന്നത്. സോ അവരെന്ത് ചെയ്യുക, ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്തേ പറ്റൂ, അത് നമ്മളുടെ കൊലത്തിന് കമ്പൽസറി അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത്, ആ അമ്മമാരെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് ചെയ്യിപ്പിക്കുന്നവരും ഉണ്ട് ഒരുപാട് പേര്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഷ്ടമാവും. ശരി, അപ്പൊ ഒന്നും അവർക്ക് ഉപദ്രവം വന്നില്ല. മാരേജ് കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് സഫർ ആകുന്നു. എന്താ പറഞ്ഞാൽ ആ മസിൽസ് ഒന്നും അവിടെ ഡെവലപ്പ് ആകുന്നില്ല. സോ മാമറി ഗ്ലാൻസ് അതിനൊന്നും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. സോ പാല് വരെയില്ല, കുട്ടികൾക്ക് കൊടുക്കാൻ പാലുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പാല് കിട്ടാനില്ലാണ്ട് ഒരുപാട് ജനിച്ച കുഞ്ഞുങ്ങള്, നവജാത ശിശുക്കൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തൊട്ട് എന്താ പറയാ പൊടി കലക്കി കൊടുത്തിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഒരു പെൺകുട്ടിയായി ജനിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണല്ലേ. ഓരോന്നും ഇതുപോലത്തെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. എന്താ ഒരു സൈഡിൽ ആൾക്കാർ പറയുന്ന അയ്യോ അമ്മയാകാനുള്ള ഭാഗ്യം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ എത്ര ഫെമിനിസ്റ്റുകൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര ഈക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഈ ഒരു ആണുങ്ങളിൽ നിന്നുള്ള ഉപദ്രവം എന്നത് മാത്രം നമുക്ക് എത്ര ശ്രമിച്ചാലും തടയാൻ പറ്റുന്നില്ല. എത്രയൊക്കെ എന്താ പറയാ പുറത്തൊക്കെ വലിയ നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെയും നടക്കുന്നുണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് അറിഞ്ഞാലല്ലേ പ്രോബ്ലം ഉള്ളൂ, അറിയാണ്ട് എത്രയോ നടക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോ ഈ ഒരു രീതിയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ആ കുഞ്ഞുങ്ങളുടെ വേദനയൊക്കെ നമുക്കത് വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എത്രമാത്രം വേദന അനുഭവിച്ചാണ് ഓരോ പെൺകുട്ടികൾ. നോർമലി പെൺകുട്ടികൾക്ക് പീരിയഡ്സ് അല്ലെങ്കിൽ ഡെലിവറി അങ്ങനെ ഒരുപാട് പെയിൻസ് ഓൾറെഡി ഉണ്ട്. അതിന്റെ പുറമെ കൂടെ ഇതുമാതിരിയുള്ള വേദനകൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് കുട്ടികൾക്ക് അല്ലെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. എത്ര വന്നാലും നമ്മളുടെ ഈ ലോകം ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ഒന്നും ഡെവലപ്പ് ആവുമോ ഒന്നും ചെയ്യില്ല. ഏത് രാജ്യത്ത് പോയാലും എവിടെയും കുറച്ച് മോൺസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. എത്ര വലിയ നിയമങ്ങൾ വന്നാലും അതൊന്നും ഒരിക്കലും ചേഞ്ച് ആവുകയില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കേട്ടിട്ട്?